നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ചിന്തയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാമെങ്കിലും ഈ ഒരൊറ്റ ചിന്ത ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതം ഒരു വലിയ ഭാരമാണെന്ന്? ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എവിടെയും എത്തുന്നില്ല, ഒരേ സ്ഥലത്ത് തന്നെ കുടുങ്ങിപ്പോയതുപോലെ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാം. അപ്പോൾ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ താളപ്പിഴകൾ, അങ്ങനെ പലതും. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. ആ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് യഥാർത്ഥ വില്ലൻ. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, എന്റെ ജീവിതം ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഇതൊക്കെ എന്റെ തലവിധിയാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ചിന്തകളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പുറത്തുവരാൻ ഒരു വഴിയുണ്ട്. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു കഥ കേൾക്കാം. വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന, പക്ഷെ ജീവിതത്തിൽ തുടർച്ചയായി പരാജയപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. ഇതൊരു സാധാരണ കഥയല്ല, ഇതിലൊരു വലിയ ജീവിതപാഠം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ ഈ ചെറുപ്പക്കാരന് ജീവിതത്തില് വലിയ വിജയങ്ങൾ നേടണമെന്നും തന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണമെന്നും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചെയ്യുന്ന ബിസിനസ് എല്ലാം തുടർച്ചയായി പൊളിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു, ആളുകൾ കളിയാക്കാൻ തുടങ്ങി, അവസാനം ആത്മവിശ്വാസം എന്നൊന്ന് പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെ ജീവിതം മടുത്ത് എല്ലാം അവസാനിച്ചെന്ന് കരുതിയിരുന്ന ഒരു രാത്രിയില് അവൻ ഇന്റർനെറ്റില് ഈ ഒരു വാചകം കണ്ടു: ലൈഫ് ഈസ് നോട്ട് ഹാപ്പനിങ് ടു യു, ലൈഫ് ഈസ് ഹാപ്പനിങ് ഫോർ യു. അതായത് ജീവിതം നിങ്ങൾക്ക് എതിരായിട്ടല്ല സംഭവിക്കുന്നത്, ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്. ആ ഒരൊറ്റ വരി അവന് ശരിക്കും പിടിച്ചുലച്ചു. ആ ഇംഗ്ലീഷ് വാചകത്തിൽ നിന്ന് അവൻ തന്റെ ജീവിതത്തിലേക്ക് പകർത്തിയ ഒരു പുതിയ ചിന്ത ഇതായിരുന്നു: എന്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം എന്നെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അതായത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മളെ തകർക്കാനല്ല, മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, വെറുമൊരു ചിന്ത മാറ്റിയതുകൊണ്ട് എങ്ങനെയാണ് ജീവിതം മാറുന്നതെന്ന്, അല്ലേ? ഇതിനു പിന്നിലൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ശക്തി നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. നമ്മുടെ തലച്ചോറിന് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ RAS എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിനെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിൻ എന്നൊക്കെ വിളിക്കാം. നിങ്ങൾ എന്തിലാണോ ആഴത്തിൽ വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്തെ ശരിവെക്കുന്ന തെളിവുകൾ മാത്രം പുറം ലോകത്തുനിന്ന് കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ ജോലി. ഉദാഹരണത്തിന്, എന്റെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ പഴയ പരാജയങ്ങളും വിഷമങ്ങളും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച്, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വിജയിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള അവസരങ്ങൾ ഒന്നൊന്നായി കാണിച്ചുതരും. അപ്പോ നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ലോകം തീരുമാനിക്കുന്നത്. ഇത് വെറുതെ പുസ്തകത്തിൽ വായിച്ച അറിവ് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വലിയ സത്യം കൂടിയാണിത്. കോവിഡ് സമയത്ത് എനിക്ക് ജോലിയും ആരോഗ്യവും നഷ്ടപ്പെട്ട് തീർത്തും കിടപ്പിലായിപ്പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. കാണിച്ച ന്യൂറോ സർജന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനി പൂർണ്ണമായ ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന്. ആ നിമിഷം എനിക്ക് തളർന്നു വീഴാമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ മറ്റൊരു വഴിയാണ് തെരഞ്ഞെടുത്തത്. ഞാൻ എന്റെ ചിന്തയെ അപ്പാടെ മാറ്റി. ഇല്ല, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റും, ഞാൻ പഴയതിലും ആരോഗ്യവതിയായി തിരിച്ചുവരും എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു പോസിറ്റീവ് ചിന്തയും ഒപ്പം കൃത്യമായ ചികിത്സയും ചേർന്നപ്പോൾ ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പോ ഇതിൽ നിന്നൊക്കെയുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ ഒരു അവസരമാണ്, നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ളൊരു അവസരം. ആ അവസരം നമ്മൾ കണ്ടെത്തണമെന്നേയുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ 3 കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. ആദ്യം, നിങ്ങളിപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ ഒരു പ്രശ്നം എന്നെ എങ്ങനെയാണ് കൂടുതൽ ശക്തനാക്കുന്നത്? ഇതിൽ നിന്നെനിക്ക് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് പ്രശ്നത്തിൽ നിന്ന് മാറി
അതിന്റെ പരിഹാരത്തിലേക്ക് വരും. നമ്മൾ പറയാറില്ലേ, സ്വർണം തീയിൽ വെന്താലേ അതിന് മാറ്റുകൂടൂവെന്ന്? അതുപോലെയാണ് മനുഷ്യരുടെ കാര്യവും. ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ നമ്മളെ തകർക്കാനല്ല, നമ്മളെ ശുദ്ധീകരിച്ച് കൂടുതൽ മികച്ച വ്യക്തികളാക്കി മാറ്റാനാണ്. ഇതിന് മറ്റൊരു നല്ല ഉദാഹരണമാണ് താമര. ഏറ്റവും മനോഹരമായ താമരപ്പൂ വിരിയുന്നത് ചെളി നിറഞ്ഞ വെള്ളത്തിലാണ്. അതുപോലെ എത്ര മോശം സാഹചര്യങ്ങളിലാണെങ്കിലും നമുക്കും വളരാനും വിടർന്നു നിൽക്കാനും കഴിയും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകളെയും നിങ്ങളെ തളർത്തിയ അനുഭവങ്ങളെയും എങ്ങനെയാണ് നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ഇന്ധനമാക്കി മാറ്റാൻ കഴിയുകയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളും വേദനകളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഇത്രയും വലിയൊരു വാശിയുണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോ നിങ്ങളുടെ ആ മോശം അനുഭവങ്ങൾ നിങ്ങളുടെ ചങ്ങലകളല്ല, മറിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള നിങ്ങളുടെ റോക്കറ്റിലെ ഇന്ധനമാണ്. അതുകൊണ്ട് നിങ്ങളെ ആരാണോ വേദനിപ്പിച്ചത്, ആരാണോ പരിഹസിച്ചത്, ആരാണോ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞത്, അവരുടെ എല്ലാ മുന്നിലും നിങ്ങൾ വിജയിച്ചു കാണിക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ആ ഒരൊറ്റ ചിന്ത എപ്പോഴും ഓർക്കുക: എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നെ വളരാൻ സഹായിക്കുന്നു. ഈ ഒരു വിശ്വാസത്തോടെ അതിശക്തമായി മുന്നോട്ടു പോവുക.